എൻ്റെ പൊന്നോ, അത്താഴത്തിൻ്റെ ബാക്കി ചോറ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? എന്നാൽ നിങ്ങളെല്ലാവരും വിശ്വസിച്ചോളൂ കേട്ടോ. ഇനി ആരും അത്താഴത്തിൻ്റെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കളയാതെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സവാള, അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു കിടിലം ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാണ്. പിന്നെ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. എന്നാൽ ഇനി ഒട്ടും സമയം കളയണ്ട, നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. സിമ്പിളാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2-3 എരിവില്ലാത്ത പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരല്പം കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട്. ഇതെല്ലാം കൂടെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ. സാധാരണ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ എന്താ, സവാളൊക്കെ ആദ്യം തന്നെ ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ടൊക്കെ അല്ലേ ചെയ്യാം. പക്ഷെ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് എല്ലാം കൂടി നല്ലോണം വഴന്ന് കിട്ടണം എന്നൊന്നുമില്ല. ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് അതിന് ശേഷം ഇതാ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് നല്ലോണം സോഫ്റ്റായി കിട്ടിയെന്ന് മനസ്സിലാണ് സമയത്ത് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട്, ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പ്രത്യേകിച്ച് ഒരു പണിയില്ല. പിന്നെ ഒന്നും കൂടെ മൂടി വെക്കുക. അപ്പോൾ ഇതാ നല്ലോണം നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിലൊക്കെ നമുക്കൊരു ഹോട്ടലിൻ്റെ സ്മെല്ലൊക്കെ വരും. ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോണ്ടാവില്ല നല്ലൊരു സ്മെല്ല്. ആ ഒരു സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ വെച്ച് മാത്രമാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ലേശം മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ തികയൂല. കാരണം എന്താ വെച്ചാൽ നമ്മളിതിലേക്ക് ഇഞ്ചും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ലേശം മാത്രമേ ഇട്ടിട്ട് കൊടുക്കണുള്ളൂ മുളക് പൊടി. പിന്നെ എനിക്ക് കൂടുതൽ എരിവൊക്കെ വേണമെങ്കിൽ അതും കുറച്ചും കൂടെ ഒക്കെ ഇട്ടുകൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ കൂടുതലുണ്ടാവും, 1 ടേബിൾ സ്പൂണോളൊക്കെ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണ്ണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കട്ടോ. നമ്മൾ വിചാരിക്കും പൊടികളെല്ലാം സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് ഒരു കുത്ത് ടേസ്റ്റ് ഒന്നും വരാൻ സാധ്യതയില്ലാന്ന്. പക്ഷെ നമ്മൾ ഈ ഒരു പൊടികൾ നല്ലോണം ഒന്ന് ആ ഒരു കുത്ത് ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ആ ഒരു പച്ചമണൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് എന്താ വെച്ചാൽ കുറച്ച് ചിക്കനാണ്. അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു തരാം, ചിക്കനൊന്നും ഇപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ല. ചോറുണ്ട്, സവാള ഉണ്ട്, പച്ചമുളക് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഇനിയിപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ ചിക്കനൊക്കെ എവിടെ നിന്ന് കിട്ടാനാന്ന് വിചാരിക്കണ്ട. ചിക്കന് പകരം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കോഴിമുട്ട മതി കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വയറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടു ചെറുതായിട്ടൊന്ന് സൈഡാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു ചട്ടിയിലേക്ക് 2-1 കോഴിമുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കോഴിമുട്ട ഇട്ടിട്ട് ഒന്ന് ചകഞ്ഞു കൊടുത്താലും ഈ ഒരു ചിക്കന് പകരാവും. അപ്പോൾ ചിക്കന് ഞാനിപ്പോൾ ഒരു 50 ഗ്രാം ചിക്കനാണ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ കറി വെച്ചിട്ടുള്ള ചിക്കനോ അതല്ലെങ്കിൽ പൊരിച്ചിട്ടുള്ള ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല അതിൻ്റെ ആ ഒരു ഇറച്ചി ഭാഗം മാത്രം നോക്കിയിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരം. പിന്നെ നമ്മളിതാ ചോറ് കുറച്ച് ചിന്തിയിട്ടുണ്ട്, പെട്ടെന്ന് ഇട്ട് കൊടുത്തപ്പോഴേ അതവിടെ നിൽക്കട്ടെ. ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ചെറിയൊരു കുണ്ടം പാത്രം ഏകദേശം ഒരു 2 കപ്പ് അതിൻ്റെ അടുത്ത് ഒരു 1.5 കപ്പോരം ചോറുണ്ടാവും. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് ചോറൊക്കെ എടുക്കുക. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം അരിഞ്ഞോട്ടെ. ചോറ് അരിഞ്ഞോടത്ത് നല്ല കാര്യം കിടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പലഹാരം ഇതുപോലെ നല്ലോണം ഫൈനായിട്ട് അരിഞ്ഞോട്ടെ കേട്ടോ. പലഹാരം ശരിക്കും അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് നല്ലോണം അരിയിൽ മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നല്ല മൂർച്ചയുള്ള മിക്സി ഒന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചോളി.
പിന്നെ ഞാൻ ഇപ്പോൾ ഇത് മൈദയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പലഹാരം മൈദ വെച്ചിട്ടോ ഗോതമ്പ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല, അതാദ്യമേ പറഞ്ഞുതരാം. പിന്നെ ഇതിലേക്ക് ചോറ് എത്ര എടുക്കുമ്പോൾ അതിന് എത്ര പൊടി വേണമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് എന്താ വെച്ചാൽ ശ്രദ്ധിക്കണം, പറഞ്ഞുതരാം. പിന്നെ എന്താ വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന്റെ അളവ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ചില ആളുകൾക്ക് ഒരുപാട് ഉപ്പൊക്കെ വേണം, ചില ആളുകൾക്ക് കുറച്ച് ഉപ്പ് മതി. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചോറ് എടുക്കുക. നമ്മൾ ഇപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബൗളല്ല എടുത്തത്. അപ്പോൾ അത് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം ഉണ്ടാവും. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് എടുക്കുന്നത് ആ ഒരു ചോറ് എടുക്കുന്ന പാത്രത്തിൽ കറക്റ്റായിട്ട് തന്നെ പൊടി എടുക്കുക. അപ്പോൾ 1 കപ്പ് ചോറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് ചോറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പൊടി, ഏത് പൊടിയായാലും അത് എടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരുപാട് പൊടി എടുക്കുകയല്ല ചെയ്തത്. ഒരു 1.5 പാത്രം പൊടിയെടുത്ത് പിന്നെ ബാക്കി അര പിന്നെയാണ് ഇട്ടുകൊടുക്കണത്. എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഏകദേശം 2 കപ്പോളം പൊടി വേണ്ടിയിരുന്ന് എനിക്കറിയാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ആ ചോറ് അരക്കണ സമയത്ത് ഒരു പക്ഷേ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച ആളുകളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ചില മിക്സിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു ചാട്ടക്കളിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ വെള്ളം കുറച്ച് കൂടുതൽ 1 ഗ്ലാസും കൂടെ ഏറെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊടിയുടെ അളവ് കൂടും. അപ്പം എന്ത് ചെയ്യാം, ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു 2 കപ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ട സമയത്ത് നമ്മളൊരു 1.5 കപ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നോക്കുക. നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ നല്ല ഒട്ടിക്കെടുക്കുകയാണ്, നല്ല ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി നിൽക്കണമെന്നുണ്ടെങ്കിൽ, മാവ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തിട്ട് ചെയ്യാം. അതല്ല നമ്മൾ ഒരുപാട് പൊടി അങ്ങോട്ട് ഇനിയിപ്പോൾ 2 കപ്പ് പൊടി ഇടേണ്ട കൊടുത്ത് ഒരു 2.25 കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഹാർഡായിട്ട് പോകും. അപ്പോൾ ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലോ ഒന്നും പിന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു സോഫ്റ്റ് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എത്രയാണോ ചോറെടുക്കണേ അതിൻ്റെ ഡബിളായിട്ട് പൊടി എടുക്കുക. അപ്പോൾ ആ പൊടി എടുക്കുന്ന സമയത്ത് കുറച്ചിട്ട് ഇട്ടിട്ട് കുഴച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ചോറ് ചേർക്കണോണ്ട് തന്നെ ഈ ഒരു മാവിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഗോതമ്പ് മാവോ മൈദമാവോ കുഴച്ചെടുക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കിട്ടും. നമ്മൾ എന്ത് കുഴക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ മല്ലിക്കിട്ട് കുഴക്കേണ്ടി വരും. പക്ഷെ ഇതങ്ങനല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതിന്റെ പകുതി ആദ്യം കുറച്ച് ഇതാക്കിയിട്ടാട്ടോ കാണിക്കണത്. ഈ ഒരു ഡോ അങ്ങോട്ട് മാറ്റിയേക്കാം. ഏകദേശം ഒരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചെയ്യണത്. 6 വെച്ചിട്ട് ഒന്ന് ചെയ്യുക, പിന്നെ 6 വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുക. അങ്ങനെയാണ് വിചാരിക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് ഞാൻ ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഏകദേശം ഒരു 10-15 ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മുറിച്ചെടുക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടം പോലെ വേറൊന്നും വേണ്ടില്ല, അത്രക്കും കഴിക്കാണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പം ഞാൻ അത് കുറച്ച് വലിയൊരു ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോസ് പാനൊക്കെ ഉണ്ട് ഇവിടെ. സാധാരണ ഒരു 10 വലുപ്പത്തിലൊക്കെ പരത്തിയാൽ മതിയാവും, ആ ഒരു സോസ് പാനാവും. പക്ഷെ ഞാനിതിപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ കടായി, ഫ്രൈ പാൻ്റെ നല്ല ഞാനിപ്പോൾ സവാള ഇതൊക്കെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കി, ആ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി അതേ വട്ടത്തിലുള്ളൊരു ചട്ടിയിലാണ് ഉണ്ടാക്കണം. എന്താ വെച്ചാൽ കുറച്ച് പരന്ന് വലിയതായിട്ട് ഉണ്ടാക്കിയെടുത്താൽ ഒരുപാട് കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വരിക, അതിൽ നമ്മളെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾ ഉണ്ടാക്കണമല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കഷ്ണങ്ങൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും എത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം നിങ്ങൾക്ക് ചെറിയ സോസ് പാനിലാണ് ചെയ്യാൻ. ഒരുപാട് വട്ടം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വട്ടം കുറഞ്ഞ സോസ് പാൻ എടുക്കുക. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിന് കണക്കാക്കിയിട്ട് വേണം പത്തിരി ഉണ്ടാക്കാൻ കേട്ടോ. കുറച്ച് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണിച്ച് പോയി പത്തിരിനെ വിചാരിച്ചിട്ടൊന്നും പ്രശ്നമാക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല റൗണ്ടിൽ കട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ കട്ട് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കട്ടൊന്നും ചെയ്യണില്ല. ഞാൻ നല്ലൊരു പത്തിരി അങ്ങോട്ട് വലിയതാക്കി പരത്തി നമ്മളെ ചട്ടിക്ക് പാകത്തിന് പരത്തി. പിന്നെ ചട്ടിനേക്കാളും കുറച്ചും കൂടെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ചൊന്ന് വലിപ്പം കുറയും. അപ്പോൾ നമ്മൾ സമോസക്കൊക്കെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്ന രീതി നിങ്ങൾക്ക് അറിയില്ലേ. ഒരു ഒരു 100% വേവില്ലാതെ ഏകദേശം ഒരു 40% വേവ്, ആ ഒരു വേവിലാണ് കേട്ടോ
ഇതൊന്നിങ്ങനെ ആ ഒരു പച്ചപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 എണ്ണമാണല്ലോ പരത്തിയത്. അപ്പം ഞങ്ങളോട് പറഞ്ഞല്ലോ കുറച്ച് വലിപ്പം കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു 6 എണ്ണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 12 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ സാധാരണ നിങ്ങൾ കാണല്ലേ എൻ്റെ ഒരു സോസ് പാന് ഒരുവിധം പോളകളും പലഹാരം അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കണേ. ആ ഒരു ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ കട്ടിയിൽ ഉണ്ടാക്കട്ടെ. പക്ഷെ ഞാനിത് വലിയ വലുപ്പത്തിലാണ്. അപ്പം 2 കൂട്ടം ചെയ്യണുണ്ട്. ഒന്നേ ഇവിടെ കാണിക്കണുള്ളൂ. അത് മതിയല്ലോ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു എത്രണ്ണപ്പുറം 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ലേശം പാല്, ഒരു 1/4 ഗ്ലാസോളം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാൽ ഒഴിക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഒക്കെ ആയിരിക്കും. നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് തന്നെ ഒരു അടിപൊളി ഫില്ലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ടയ്ക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാലില്ല എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ചുടുവെള്ളം ഒഴിക്കരുത് കേട്ടോ. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ പാൽ ഒഴിക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള പാൽ നോക്കിയിട്ട് ഒഴിക്കുക. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചൊരു അരമണിക്കൂർ മുമ്പെങ്കിലും കൂടി മാറ്റിയേക്കാം കേട്ടോ. ഇനിയിപ്പോൾ കാച്ചിയ പാൽ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ കാച്ചാത്ത പാലും ഒഴിക്കാൻ. അത് കാച്ചിയ പാലാണെന്നേ ഉള്ളൂ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയിലേക്ക് ഞാൻ ലേശം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എഗ്ഗും വൈറ്റും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു പത്തിരിയൊക്കെ മുക്കണ സമയത്ത് അതിമൊന്നിങ്ങനെ കീഞ്ഞു പോകും. ഇതാകുമ്പോൾ രണ്ടും കൂടെ ഇതാകുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യുക. സ്പൂണോ ഫോർക്കോ വിസ്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ബീറ്ററൊന്നും വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രമാണ് എടുക്കണമെന്ന്. ഞാൻ ഫില്ലിങ് റെഡി ആക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ അത്രയും വലുപ്പമുണ്ട്. വലിയതായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വലുപ്പമൊക്കെ നിങ്ങളിഷ്ടം. എന്നിട്ട് ഫില്ലിങ് ഓരോന്നും ഇങ്ങനെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഈ ചട്ടിക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം എത്രത്തോളം ആണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ചെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 5 ലെയറായിട്ടാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ടാണ് ഒരു 6 പത്തിരി വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലെയർ വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് ഇതിലേക്ക് സെറ്റാക്കി വെക്കണം, അതൊക്കെ നിങ്ങളിഷ്ടം. ഫില്ല് ചെയ്യേണ്ടതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഫില്ലിങ് വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെക്കണില്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഫില്ലിംഗ് ഒക്കെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വെച്ച് ലാസ്റ്റ് ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റിൽ നമ്മൾ ഒരിക്കലും ഫില്ലിംഗ് ആക്കരുത്. മുകളിൽ ഒരു പത്തിരി മസ്റ്റായിട്ട് വെച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സൂപ്പർ സെറ്റപ്പിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, ലാസ്റ്റിൽ അതുപോലെ പത്തിരി വെച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ക്യാപ്പൊക്കെ ഉണ്ടാവും. ആ ഒരു ക്യാപ്പൊക്കെ നല്ലോണം ഫില്ലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴിമുട്ട നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതിലിങ്ങനെ സൈഡിലൂടെയും ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതൊരു ഏകദേശം ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാണ്ട് ചെയ്യണത്. അപ്പോൾ ഗ്യാസ് സ്റ്റോവിൽ നേരെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വെക്കണ്ട. ഇതുപോലെ പഴയ എന്തെങ്കിലും നമ്മൾ ഒഴിവാക്കിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ തട്ടോ ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വെച്ചെടുത്തിട്ട് അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഈ ഒരു പാത്രം വെച്ച് എന്ത് ചെയ്യാം, ഒരു 20-25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടിഭാഗം നല്ല ഉഷാറായിട്ട് ഉണ്ടാവും കേട്ടോ. പക്ഷെ മുകൾ ഭാഗത്ത് ആ ഒരു മുട്ടയുടെ ആ ഒരു നനവുണ്ടല്ലോ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടിയിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന മുമ്പായിട്ട് ഇതുപോലെ ലേശം ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നിട്ട് കൊടുത്താൽ മതിയാവും. ആ സമയത്തും നമ്മൾ നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് തന്നെ ചട്ടിയൊക്കെ തീയൊക്കെ വെക്കുക. മാഷാഅല്ലാ അടിപൊളിയായിട്ട് നമ്മൾ ഒരു പോള കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കണ്ടില്ലേ, കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കരിഞ്ഞൊക്കെ പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചട്ടി അടിയിൽ വെക്കണം. ഇനി എന്തൊഴിഞ്ഞ ചട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണം. കുറച്ച് നമുക്ക് പെട്ടെന്ന് ആവണം എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഈ ഒരു സെറ്റ് ചെയ്ത് ചട്ടി വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഒരു ഇതും കിട്ടൂല, പെട്ടെന്ന് കരിയുകയും ചെയ്യും. ആ ഒരു നല്ല മര്യാദക്കുള്ള ഒരു സെറ്റ് ആവലൊന്നും ഉണ്ടാവില്ല കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഈ ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു പോള മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കാണാനും ഭംഗിയുള്ളതുപോലെ തന്നെ നമുക്ക് മറ്റേ ഭാഗം നല്ല മൊഞ്ചാണ്. ഇതാ കണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നാലും ഇതിൻ്റെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ ഇതിൻ്റെ രുചി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ മൈദപ്പൊടിയിൽ വെച്ച് ചെയ്യുന്ന രുചിയല്ല കേട്ടോ ഇതിന്. നമ്മൾ ഈ ഒരു ചോറ്റരി ഉണ്ടല്ലോ, ചോറ്റരിൻ്റെ ചോറ്, അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും നമ്മൾ പലഹാരത്തിലേക്ക് ആഡാക്കുമ്പോൾ. അപ്പോൾ എന്താ പറയുക, ഒരു മൈദൻ്റെ ആ ഒരു കുത്ത് പോയിട്ട് ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദോശ ചുട്ടിട്ടൊന്നും ഉണ്ടാക്കുന്ന പോലെയല്ല. ഈ ഒരു പത്തിരി നമ്മൾ പരത്തിയിട്ട് ഒരു കുറഞ്ഞ വേവിൽ നമ്മൾ ഇങ്ങോട്ട് ഷീറ്റാക്കി എടുക്കുകയാണല്ലോ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പത്തിരി നമ്മൾ പരത്താൻ അറിയാത്തവർക്കൊന്നും റിസ്ക് എടുക്കേണ്ട. പത്തിരി നല്ല റൗണ്ടിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് കോലത്തിലായാലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം വലുപ്പവും ചെറുപ്പവും വേണം ഗോണം ഒക്കെ ഉണ്ടായാലും നമ്മുടെ ഒരു ലാസ്റ്റ് ഉണ്ടല്ലോ മുട്ടൻ്റെ ആ ഒരു മിക്സ് ലാസ്റ്റ് ഒഴിക്കണം, അത് എല്ലായിടത്തും ഫില്ലായിട്ട് നല്ല റൗണ്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പോള കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യണങ്ങൾ കണ്ടില്ലേ, എത്ര ലെയറോട് കൂടിയാണ് ഇത് നിൽക്കുന്നത്. ഇതാ നല്ല ഒരു കറക്റ്റ് ടെക്സ്ചറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോള നിൽക്കുന്നത്. ഇതിന് ചട്ടിപ്പത്തിരിന്നോ ഇറച്ചിപ്പത്തിരിന്നോ എന്ത് വേണേൽ നിങ്ങൾക്ക് വിളിക്കാം. കാരണം അത്രക്കും. പിന്നെ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത്, അതിൻ്റെ നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നത്. യൂട്യൂബിലൊന്നും വീഡിയോ കാണാതെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവും F എന്നുള്ളൊരു അടയാളം കാണുന്നത്, അത് ഫേസ്ബുക്കിൻ്റെ അടയാളമാണ്. ആ ഫേസ്ബുക്കിൽ നിങ്ങൾ ഒരൊറ്റ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു മലപ്പുറം ഋതു എന്നുള്ള ആ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് പോകും. ഞാൻ അടുത്തായിട്ട് തുടങ്ങിയ ഒരു പേജാണ്. അതിൽ പോയിട്ട് നിങ്ങൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യേണ്ട. പേജിനൊരു ലൈക്ക് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓലിക്കൊക്കെ ഈ ഒരു ഫേസ്ബുക്ക് പേജ് എത്തും. അപ്പോൾ അവർ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ എണ്ണ അപ്പോൾ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ഒരുപാട് ചേർത്ത് മുക്കി പൊരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഒരുപാട് സംസാരിക്കലെന്ന് പറഞ്ഞിട്ടായിരിക്കില്ലേ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുണ്ടാവുക. പക്ഷേ എനിക്കിതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പറഞ്ഞു തന്നെങ്കിൽ കേട്ടോ എനിക്കൊരു സന്തോഷം കിട്ടുള്ളൂ. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു ഫ്ലോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.